ഞാൻ ഇന്നൊരു കഥ പറയും. പതിവ് പോലെ കഥയുടെ അവസാനം നമ്മുടെ ജീവിതത്തിൽ ഇതിനെന്താ ബന്ധം, ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ കഥയിൽ പറയണത്. വിവാഹം കഴിച്ചവരും കഴിക്കാത്തവർക്കൊക്കെ ബാധകമാണ്. ഒരു ഗ്രാമത്തിൽ വളരെ നിഷ്കളങ്കരായ ഗ്രാമീണർ ജീവിച്ചിരുന്നു. അവര് പശുവിനെ വളർത്തിയാണ് ജീവിക്കുന്നത്. കഥാനായകൻ ചെറുപ്പക്കാരൻ, സുമുഖൻ, പശുക്കളെ വളർത്തുന്നവൻ, പശുവിൻ്റെ പാല് കറന്ന് വിൽക്കുകയും അടുത്ത ഗ്രാമത്തിലേക്ക് കൊടുത്തയച്ച് ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ഇരിക്കെ പശുവിന് പാല് വളരെ കുറവ്. ഈ ചെറുപ്പക്കാരൻ്റെ തൊഴുത്തിലെ പശുവിന് തലേ ദിവസം നോക്കുമ്പോൾ അകിടൊക്കെ നിങ്ങളെ തിങ്ങി നിൽക്കുകയാണ്. രാവിലെ പാല് കറക്കാൻ ചെന്നാൽ വലിയ പാലില്ല. ഇതിപ്പോൾ എന്താ കാര്യം? പിടുത്തം കിട്ടുന്നില്ല. ആരെങ്കിലും രാത്രി പശുവും പാല് മോഷ്ടിക്കുന്നുണ്ട്, കറന്നെടുക്കുന്നുണ്ട്, തീർച്ചയായും. അപ്പം ഈ ചെറുപ്പക്കാരൻ എന്താ വെച്ചാൽ ഒളിച്ചിരുന്നു. രാത്രി ഉറങ്ങാതെ ഒളിച്ചിരുന്നപ്പോൾ നല്ല നിലാവുള്ള രാത്രി ആകാശത്ത് നിന്ന് ഒരു സുന്ദരി ഇറങ്ങി വന്നു. നമുക്ക് അവളെ ആകാശസുന്ദരി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അവളുടെ കയ്യിൽ പാൽപാത്രമുണ്ട്. ആരും നോക്കുന്നില്ല എന്ന് അവളും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയതിന് ശേഷം അവൾ വന്നിട്ട് പാല് കറന്നെടുക്കൽ തുടങ്ങി. ചെറുപ്പക്കാരൻ കയ്യോടെ പിടികൂടി. നീയാണല്ലേ പതിവായിട്ട് പാല് കറന്നെടുക്കണത്, ഞാൻ ഒളിച്ചിരുന്നാണ്, തന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു, അയ്യോ എൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ ആകാശത്താണ്, എനിക്ക് അങ്ങോട്ട് പോകണം. അവിടെ പാല് കിട്ടാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്ന് മോഷ്ടിച്ച. പക്ഷെ വിടില്ല. അങ്ങനെ വീട്ടുകാരെല്ലാം കൂടി ഇവളാണ് പാല് വെക്കുന്നത്. ആകാശസുന്ദരി, സുന്ദരിയായ പെൺകുട്ടിയാണ്. അവസാനം അവൾ പറഞ്ഞു, ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ഇപ്പം എന്താപ്പം ഞാൻ വേണ്ടത്? അപ്പൊ പറഞ്ഞു, ഇവനേതായാലും കല്യാണം കഴിച്ചിട്ടില്ല, നീ മിടുക്കത്തിയാണ്, സുന്ദരിയാണ്, പശുവും പാല് കറക്കാനൊക്കെ അറിയാം, ഇവനെ കല്യാണം കഴിക്കണം, അവനും ഇഷ്ടമാണ്. അപ്പൊ ഇവള് പറഞ്ഞു, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, ആകാശത്ത് പോയിട്ട് അച്ഛനോടും അമ്മോടൊക്കെ അനുവാദം വാങ്ങിയിട്ട് വരുമ്പോൾ എൻ്റെ കയ്യിലൊരു പെട്ടി ഉണ്ടാവും. ആ പെട്ടിയിൽ എന്താണെന്ന് ചോദിക്കരുത്. ആ കണ്ടീഷൻ ആണെങ്കിൽ എൻ്റെ കയ്യിലൊരു പെട്ടി ഉണ്ടാവും, അത് ഞങ്ങൾക്ക് തുറക്കേണ്ട കാര്യം എന്താ? തുറന്നു നോക്കാൻ പാടില്ല, എന്താ ചോദിക്കും വേണ്ട. ആ പെട്ടി അവിടെ വയ്ക്കുക, നിങ്ങൾക്കൊരു അബദ്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് യാതൊരു ആപത്തും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കഥ നടക്കണ കാലത്ത് ബോംബൊന്നും ഇല്ലാത്ത കാലമല്ലേ. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ പെട്ടിയിൽ ഇപ്പം എന്താ, പെട്ടി എടുത്ത് കൊടുന്നു വയ്ക്കുക, അത്രേ ഉള്ളൂ. പെർമിഷൻ വാങ്ങിയിട്ട് അടുത്ത ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞു. ഇവള് വന്നു, കല്യാണം കഴിഞ്ഞു. നല്ല ഭംഗിയുള്ളൊരു പെട്ടി, കാഴ്ചയിൽ വലിയ പെട്ടി, നല്ല ചെറിയൊരു പെട്ടി. അതൊരിടത്തുണ്ട്. ഇടയ്ക്ക് ഇവിടെ അവിടെ പൂട്ടാ പെട്ടിയോ തുറന്നിട്ട് എന്തൊക്കെയോ നോക്കിയിട്ട് അവിടെ തന്നെ പറ്റി. ഇത്രയും കഥ പറഞ്ഞപ്പോൾ ശ്രോതാക്കൾക്ക് പറയേണ്ടത് എന്താ അറിയാം? അപ്പോൾ ആ പെട്ടിയിൽ എന്താന്നുള്ളത് അല്ലേ പറയേണ്ടത്?
ഈ ചെറുപ്പക്കാരന് ഒന്നേ വേണ്ടു, നല്ല ജീവിതമൊക്കെയാണ്. പക്ഷെ ആ പെട്ടിയിൽ ഇപ്പം എന്താ? ഇടയ്ക്ക് ഇവള് സ്വകാര്യ മുറി പോവും, അതൊന്ന് തുറന്നിട്ട് നോക്കിയിട്ട് അടയ്ക്കുകയും ചെയ്യും. എന്താണ് ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പൂട്ടിയിട്ടൊന്നല്ല പോണത്. ഇതന്നെ വിചാരം, ജിജ്ഞാസ കൂടി 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 ഒരു ദിവസം ഇയാൾ എന്ത് ചോദിച്ചാൽ ഇവളില്ലാത്ത സമയത്ത് ഈ പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിലൊന്നുമില്ലേ, ഒരു കാലിപ്പെട്ടി. പിന്നെ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അറിയല്ലോ, ഇവള് കണ്ടുകൊണ്ടാണ് വന്നു. അങ്ങോട്ട് ക്ഷോഭിച്ചു. കല്യാണത്തിന് മുമ്പ് എന്തായിരുന്നു കണ്ടീഷൻ? ആ പെട്ടി തുറന്നു നോക്കില്ല എന്നല്ലേ. ഇപ്പൊ അത് തെറ്റിച്ചില്ലേ? ഇനി നിങ്ങളുടെ ഭാര്യയായിട്ടിരിക്കില്ല. ഭാര്യാഭർത്താക്കന്മാർ ഒരു കണ്ടീഷനല്ലേ കല്യാണം കഴിക്കണമെന്ന്. ഇതല്ലെങ്കിൽ വേറെ കണ്ടീഷൻ. അപ്പോഴല്ലേ കുടുംബജീവിതം കിട്ടുള്ളൂ. അമ്മയും മക്കളും തമ്മിലൊരു കണ്ടീഷൻ വേണ്ടേ? അച്ഛനും മക്കളും തമ്മിൽ വേണ്ടേ? ചില അതിർത്തികൾ വേണ്ടേ? അത് ചെയ്യരുതെന്ന് അച്ഛൻ പറഞ്ഞാൽ മകൻ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളിപ്പോ വ്യവസ്ഥ തെറ്റിച്ചല്ലോ. വല്ലാതെ പറഞ്ഞപ്പോ ചിലപ്പോ ക്ഷമിക്കാമെന്ന് വരെ അവൾക്ക് തോന്നി. ഇയാൾ മാപ്പ് പറഞ്ഞു. ക്ഷമിക്കാൻ തോന്നി മാപ്പ് പറഞ്ഞപ്പോഴും ഇയാൾ അബദ്ധത്തിലൊരു വരി പറഞ്ഞു. അതിനകത്തൊന്നും ഇല്ലല്ലോ. ആ വരി സഹിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കണ്ണിൽ അതിനകത്തൊന്നുമില്ല. ആദ്യം വ്യവസ്ഥ തെറ്റിച്ചു, പെട്ടി തുറന്നു നോക്കി, തീർന്നില്ല. എപ്പോ പറയാണ് അതിനകത്തൊന്നുമില്ലല്ലോ എന്ന്. അതിനകത്തൊന്നുമില്ല എന്ന് വേറൊരാൾ പറയുന്നത് നമുക്കത് വളരെ വലുതല്ലേ? നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ ഇത്? ആ ഒന്നുമില്ല, മേശപ്പുറത്ത് കുറച്ച് കീറക്കടലാസ് ഉണ്ടല്ല, ഒന്നുമില്ല. ആരെ പറഞ്ഞാൽ കീറക്കടലാസാണ്? ആ അലമാരയിലൊന്നുമില്ലാന്ന്. കുറെ പഴം തുണിയല്ല, പഴം തുണി എനിക്ക് പ്രിയപ്പെട്ട ഷർട്ടായില്ലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. രണ്ടാമത്തെ തെറ്റ് ഞാൻ ഒട്ടും സഹിക്കില്ല. ആദ്യത്തെ തെറ്റ് വ്യവസ്ഥ തെറ്റിച്ചോ. പെട്ടി തുറക്കില്ല എന്ന് പറഞ്ഞു, വ്യവസ്ഥ നിങ്ങൾ തെറ്റിച്ചു. നിങ്ങൾ പറഞ്ഞു അതിനകത്തൊന്നുമില്ല എന്ന്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആകാശത്തിന്റെ ഒരു കഷ്ണം അതിലില്ലേ? അത് നിങ്ങൾ കണ്ടുവോ? ആകാശസുന്ദരിയാണ് ഇവള്. ആകാശത്തിന്റെ ഒരു ആകാശം അതിലില്ലേ? അതിനെ നോക്കിയിട്ടല്ലേ ഒന്നുമല്ല എന്ന് പറയുന്നത്. ഭാര്യയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യത്തെ നോക്കി ഭർത്താവ് അവരുള്ള കാര്യമൊന്നുമില്ലേ? അവളങ്ങോട്ട് വെറുതെ പോയിരിക്കുക. ഭാര്യ എവിടെ? വെറുതെ പോയിരിക്കുക. ഭർത്താവ് എവിടെ? അത് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പോയിട്ട് ഇന്നോടത്തേക്ക് പോയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ആ വർത്തമാനം എന്താണെന്നോ അയാളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണോ എന്ന് ഇവർക്കറിയോ? ഒരാൾക്ക് പ്രിയപ്പെട്ടത് മറ്റൊരാൾക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നുണ്ടോ? കുടുംബത്തിൽ ചില ഫോട്ടോ വെച്ചിരിക്കണു. ഞാൻ വെച്ച ഫോട്ടോ ഒന്നല്ല, അത് ഇന്നാൾ വെച്ച ആ ഫോട്ടോ ഇയാൾക്ക് പ്രിയപ്പെട്ടതല്ലേ? ഒരു കണ്ടീഷൻ വെച്ചോ കല്യാണത്തിന് മുമ്പേ, ആ പെട്ടി തുറക്കരുത്. അത് തെറ്റിച്ചോ? കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ദമ്പതിമാര് ഞാനീ പറഞ്ഞ് കേൾക്കുമായിരിക്കും. അവരോടിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ കഥ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ടുകൂടിയാ പറഞ്ഞത്. വ്യവസ്ഥ തെറ്റിച്ചു മാത്രമല്ല, ഈ ആകാശസുന്ദരിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു അതിനകത്തൊന്നുമില്ലേ? കാലിപ്പെട്ടിയാ.
ആകാശസുന്ദരിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഗ്രാമീണ ഭാഷ പറഞ്ഞ കരണക്കുറ്റിക്ക് ഒരു അടിയും കൊടുത്തിട്ട് ഡൈവേഴ്സ് വ്യത്യാസം കൊടുക്കില്ല, നിങ്ങളേക്ക് വേണ്ടാന്ന് കൊണ്ട് പോകും. അതിനകത്ത് ഒന്നുമില്ല എന്ന് പറയാൻ ഇയാൾ ആരാ? എനിക്കിപ്പോൾ ദേഷ്യം വരികയാണ്. ആരോട്? ഈ യുവാവിനോട്. അതൊരു കാലിപ്പെട്ടിയല്ലേ എന്ന് ആദ്യം ഇവള് പറഞ്ഞില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇതേമാതിരി അനവധി കണ്ടീഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.